സന്തോഷത്തിലാണെന്ന് തോന്നുന്നു അല്ലേ? നല്ലൊരു പ്രമോയാണ് വന്നിരിക്കുന്നത്. ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, വീട്ടുകാർ വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു, എല്ലാവരും നല്ല സന്തോഷത്തിലാണോ, എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അർജുൻ പറയുന്നുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു റീചാർജ് കിട്ടിയ പോലെയുണ്ട് അവരെ കണ്ടപ്പോൾ എന്ന് അർജുൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സിജോ പറയുന്നുണ്ട് ഒരു അകൽച്ച ഉണ്ടായിരുന്നത് ഈ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടാണ് അകൽച്ച മാറിയതെന്ന് സിജോ പറയുന്നുണ്ട്. ജാസ്മിൻ പറയുന്നുണ്ട് മോള് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കപ്പും കൊണ്ടേ വരാവുള്ളൂ എന്നുള്ള നല്ല കോൺഫിഡൻസ് തന്നിട്ടാണ് എൻ്റെ അച്ഛനും അമ്മയും പോയെന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. അതൊക്കെ എൻ്റെ ലൈഫിലെ വലിയൊരു എക്സ്പീരിയൻസ്. അതുപോലെ അഭിഷേക് പറയുന്നുണ്ട് ഇവിടെ വന്ന ഓരോ അമ്മമാരും എന്നെ സ്വന്തം മകനായിട്ടാണ് കണ്ടിരുന്നത്, ചോറ് വരെ വാരി തന്നു, അതൊക്കെ എൻ്റെ ലൈഫിലെ വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണെന്ന് വളരെ ഫീൽ ചെയ്തിട്ട് അഭിഷേക് പറയുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നന്ദന പറയുന്നുണ്ട് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല, നിങ്ങൾ എല്ലാവരും അച്ഛനെ സ്നേഹിക്കുക എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നന്ദനയ്ക്ക് വിഷമം അങ്ങ് പിടിച്ചു നിർത്താൻ പറ്റാത്തത്ര വിഷമം വരുന്നുണ്ട്. അതേ സെയിം തന്നെ നമുക്ക് ലാലേട്ടൻ്റെ മുഖത്തും കാണാം, ആ ഒരു വിഷമഭാവം കാണാം. അപ്പം എല്ലാവരുടെയും മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അതിൽ കൂടുതൽ നന്ദനയ്ക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഒരു ഫീലിങ്സ് കൊണ്ട്. അൻസിബ പറയുന്നുണ്ട് പെട്ടിയൊന്നും എടുത്തുകൊണ്ട് ഓടണ്ടെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. നോറയും പറയുന്നുണ്ട് എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന് പറഞ്ഞു എന്ന്. സായി പറയുന്നുണ്ട് ഇത്ര ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ സായിയും പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, വന്ന പ്രൊമോയിലൊന്നും ജിൻഡോയുടെ യാതൊരു പ്രസൻസും കാണാനില്ല. കളിക്കാം അല്ലേ? ഒരു ഫൺ ഗെയിമുമായിട്ട് വന്നിട്ടുണ്ട്. സിനിമകളുടെ പേരെഴുതി അത് വായിക്കുന്നയാൾ അത് ആംഗ്യത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം, അതാണ് ഗെയിം. അപ്പോൾ ജാസ്മിനും സായിയും അർജുനും എല്ലാവരും വന്ന് കാണിക്കുന്നുണ്ട്. ലാലേട്ടനൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. റസ്മിനൊക്കെ വന്ന് കാണിക്കുന്നുണ്ട്. എല്ലാവരും ഉത്തരം പറയുന്നുണ്ട്. അൻസിബയൊക്കെ ഭയങ്കര ആക്ഷൻ ഇട്ട് കാണിക്കുന്നുണ്ട് സിനിമകളുടെ പേര്. അതിൽ ഏറ്റവും കോമഡി ആയത് ഋഷി വന്ന് പറയുമ്പോഴാണ്. ഋഷി പറയുന്നത് സുഗമോ ദേവി എന്നുള്ള ഫിലിമിൻ്റെ പേരാണ് പറയുന്നത്. ഈ ലാലേട്ടൻ പറയുന്നുണ്ട് എടാ നീ ഭയങ്കര സാധനമാണല്ലോ, സുഗമോ ദേവി കളിക്കുന്നതാ ഇങ്ങനെയെന്ന്. ഋഷി കാണിച്ചത് ലാലേട്ടൻ അതുപോലെ അനുകരിക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊരു പ്രമോയായിരുന്നു.